വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഉച്ചയോടെയായിരുന്നു ഉദ്ഘാടനം. കേരളത്തിന്റെ സ്വപ്ന സാഫല്യമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ ഒരുമയും നമ്മുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് എന്നിവിടങ്ങളിലാണ് കരാർ ലംഘിച്ച് പാക് സൈന്യം വെടിയുതിർത്തത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ്. ഇഡിയുടെ കുറ്റപത്രത്തിൽ മറുപടി തേടി ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് നോട്ടീസ് നൽകിയത്. ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്ന പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ നാവികസേന. പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നാവികസേനയുടെ മുന്നറിയിപ്പ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന് 3 വർഷത്തെ വിലക്കേർപ്പെടുത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെയുണ്ടായ വിവാദത്തെ തുടർന്നാണ് നടപടി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസാണ് ഇക്കാര്യം അറിയിച്ചത്. പത്തനംതിട്ടയിൽ 14-കാരിയെ ഗർഭിണിയാക്കിയ പിതാവ് അറസ്റ്റിൽ. കട്ടപ്പന സ്വദേശിയായ 43-കാരനാണ് അറസ്റ്റിലായത്. ഡൽഹിയിൽ അതിശക്തമായ മഴ. കനത്ത മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം വീണ് അമ്മയും 3 കുട്ടികളും മരിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്.